സമ്യക് ന്യസിക്കുക, അതായത് സർവത്തെയും ത്യജിക്കുക എന്നതാണ് സന്യാസം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സർവ്വതിനെയും ത്യജിച്ച് ഒരാൾ പോകേണ്ട ആവശ്യകത? കുടീചികൻ, ബഹൂതകൻ, അതുപോലെ അവധൂതൻ, കർമ്മസന്യാസി, അങ്ങനെ വിവിധ തരത്തിലുള്ള സന്യാസങ്ങളുണ്ട്. അപ്പോൾ ഈ അവധൂത സന്യാസി എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന മഹാക്ഷേത്രങ്ങളെല്ലാം തന്നെ കുടുംബക്ഷേത്രങ്ങളാണ്. ഗുരുവായൂരും കുടുംബക്ഷേത്രം തന്നെയാണ്. അവരുടെ സമാധി ഇരിക്കുന്ന സ്ഥലത്ത് അവരുടെ ദേവതകളുടെ സാന്നിധ്യം ഉണ്ടായതുകൊണ്ട് അവിടെ കാവുകളാക്കി, പിന്നീട് അത് ചെറിയ ക്ഷേത്രങ്ങളാക്കി മാറ്റി. ആ ക്ഷേത്രങ്ങൾ പിന്നീട് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം ഏതെങ്കിലും സന്യാസിമാരുടെ ആ ഒരു ചൈതന്യമാണ് ഉള്ളത്, അല്ലെങ്കിൽ അവിടെ ഒരു ദേവതയല്ല. അതിനപ്പുറത്തേക്ക് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ദണ്ഡി സ്വാമി സ്വാതികൃഷ്ണാനന്ദ സരസ്വതിയാണ്. നമസ്കാരം ഗുരുജി. നമസ്തേ. ഗുരുജിയുടെ 1-2 എപ്പിസോഡുകൾ നമ്മൾ അബാക്കിൽ തന്നെ മുന്നേ പോയിട്ടുണ്ട്. അത് എനിക്കൊന്ന് കുറേയേറെ വിവാദങ്ങൾ സൃഷ്ടിച്ച, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പോയൊരു ഇതായിരുന്നു അങ്ങയുടെ പൂർവാശ്രമവും അതിനുശേഷമുള്ള കഥകളും, എങ്ങനെയാണ് ഈ ഒരു സ്വാമിയായ കഥകളും എല്ലാം അന്നങ്ങ് രസകരമായിട്ട് അന്ന് പറഞ്ഞിരുന്നു. സ്വാമി, ഈ സന്യാസം, ഒരു പൂർവാശ്രമത്തിൽ നിന്നും ഒരാൾ എങ്ങനെയാണ് സന്യാസത്തിലേക്ക് എത്തിച്ചേരുന്നത്? സന്യാസം എന്ന ധർമ്മത്തിലേക്ക് ഒരാൾ കടന്നു വരണമെങ്കിൽ പെട്ടെന്ന് നിശ്ചയിച്ച് ആർക്കും അങ്ങോട്ട് കടന്നു വരാൻ സാധ്യമല്ല. വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ 4 ആശ്രമങ്ങളുണ്ട്. അതിൽ 4ാമത്തെ ആശ്രമമാണ് സന്യാസാശ്രമം. ബ്രഹ്മചര്യാശ്രമം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥാശ്രമം, സന്യാസാശ്രമം. ഇത് 4ാമത്തെ ഈ ആശ്രമത്തിലേക്ക് ഏത് ആശ്രമത്തിൽ നിന്നും നമുക്ക് കടന്നു വരാം. കാരണം ശങ്കരാചാര്യ ഭഗവത്പാദർ, അദ്ദേഹം 6 വയസ്സുണ്ടായിരുന്ന ഒരു ബ്രഹ്മചാരിയായിരുന്ന സമയത്താണ് അദ്ദേഹം സന്യാസം സ്വീകരിച്ചത്. അദ്ദേഹം ഗൃഹസ്ഥനല്ലായിരുന്നു. അതുപോലെ ഗൃഹസ്ഥനായിരുന്ന ആളുകൾക്കും സന്യാസം സ്വീകരിക്കാം. അങ്ങനെ ഒരുപാട് ഗുരുക്കന്മാരെ വേദങ്ങളിലൂടെയും അല്ലാതെയുമൊക്കെ നമുക്ക് ഋഷി വര്യന്മാരെയൊക്കെ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കും. വാനപ്രസ്ഥത്തിലൂടെയും സന്യാസത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ശ്രീരാമകൃഷ്ണ പരമഹംസരടക്കം ഒരുപാട് ഗുരുക്കന്മാർ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നൊക്കെ സന്യാസം സ്വീകരിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് രീതിയിൽ സന്യാസത്തിലേക്ക് കടന്നു വരാം. പക്ഷേ സന്യാസം എന്ന ധർമ്മം സ്വീകരിക്കണമെങ്കിൽ, ഒരിക്കലും ഞാൻ പറഞ്ഞതാണ്, അഹം, ഇഹം, സ്വയം എന്നീ 3 വസ്തുതകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റണം. അതെങ്ങനെയാണ് മാറ്റുന്നത്? അഹം, ഞാനെന്ന ആ ഒരു ഭാവമുണ്ട്. അഹംഭാവം, അത് എന്നെക്കൊണ്ടേ സാധ്യമാകൂ, എനിക്ക് ഇത് സാധിക്കൂ എന്ന ആ ഒരു ഭാവം നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. കാരണം ഞാനാണെല്ലാം എന്ന ആ ഒരു ചിന്ത. ഇഹം, ഈ ലോകത്തിലുള്ള സുഖങ്ങളൊന്നും തന്നെ നമുക്ക് ആനന്ദത്തെ നൽകുന്നതല്ല എന്ന് ഉള്ള ഒരു തിരിച്ചറിവുണ്ടാവണം. കാരണം ഈ ലോകത്തിൽ കാണുന്ന എല്ലാ സന്തോഷങ്ങളും എല്ലാ സുഖങ്ങളും ഇവിടെ തന്നെ അവസാനിക്കുന്നതാണ്. നമുക്കൊന്നും കൊണ്ടുപോകാൻ സാധ്യമല്ല. അത് തിരിച്ചറിയുന്നവനായിരിക്കണം. 3ാമത് ഇഹം, സ്വയം, ഞാൻ ചെയ്ത പ്രവൃത്തി, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ കഴിയുന്നത്, താൻ എടുക്കുന്ന തീരുമാനം, ആ ഒരു ചിന്ത ഒരിക്കലും ഒരു സന്യാസിക്ക് പാടില്ല. താൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം പൂർവിക സൂരികളായ ഗുരുക്കന്മാരുടെ ആ പാത പിന്തുടർന്നുകൊണ്ട് ചെയ്യാൻ കഴിവുള്ളവനായിരിക്കണം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ കൃത്യമായി പാലിക്കുന്ന ഒരാൾക്ക് ജീവിതത്തോടും ഈ ലോകത്തോടും വിരക്തി തോന്നി സന്യാസത്തിലേക്ക് കടന്നു വരാം. സമ്യക് ന്യസിക്കുക, അതായത് സർവത്തെയും ത്യജിക്കുക എന്നതാണ് സന്യാസം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സർവ്വതിനെയും ത്യജിച്ച് ഒരാൾ പോകേണ്ട ആവശ്യകത? ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു കലാപരമായ കഴിവിലേക്ക് ഇറങ്ങിയെന്ന് വിചാരിക്കുക. അതിൽ തന്നെ നമ്മളിങ്ങനെ പോയാൽ അത് ഒരു നിശ്ചിത കാലത്തിനുള്ളിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം അവസാനിക്കും. നമ്മൾ ഒന്നെങ്കിൽ അതിലൂടെ തന്നെ ചിലപ്പോൾ നമുക്ക് നല്ല പേരും ചീത്ത പേരും എല്ലാം കേട്ട്
ഇത് പോകാം. പക്ഷേ ഇതൊന്നും നിത്യതയിലേക്ക് പോകാൻ നമ്മൾക്ക് വഴി തുറന്നു തരുന്നതല്ല. അപ്പം നിത്യമായ ശാന്തി, ഈ വിരക്തി തോന്നി വരുന്നവനാണ് സന്യാസത്തിലേക്ക് വരിക. അപ്പം അങ്ങനെയുള്ളവന് വിരക്തി ഉണ്ടാകണമെങ്കിൽ നിത്യമായ സമാധാനവും സ്വസ്ഥതയും ശാന്തിയും ലഭിക്കുന്നത് എവിടെയാണോ അവിടേക്ക് ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കണം. അപ്പോൾ അത് കിട്ടണമെങ്കിൽ, ഒരു കൈവല്യപ്രാപ്തി കിട്ടണമെങ്കിൽ അത് ഈ വിരക്തി എന്ന വിഷയത്തിലേക്ക് വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം ഇവിടെയുള്ളതൊന്നും നമുക്ക് സ്വന്തമായിട്ടില്ല. ഈ വിരക്തി ഉള്ളവർക്കെല്ലാം സന്യാസം പറഞ്ഞിട്ടുള്ളതാണോ? എല്ലാവർക്കും പറഞ്ഞിട്ടില്ല. കാരണം വിരക്തി തോന്നി നടക്കുന്നവർ, ഈ ലോകത്തോട് വിരക്തി തോന്നുന്നവർ എല്ലാവരും സന്യാസിയാവണമെന്നില്ല. കാരണം അങ്ങനെ ആയിരിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. പക്ഷേ അല്ലാത്തവരുമുണ്ട്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി ഈ ലോകം തന്നെ നശിപ്പിക്കാൻ ഇറങ്ങി ജീവിക്കുന്നവൻ, അവനും ഒരു തരം വിരക്തിയിൽ ജീവിക്കുന്നവനാണ്. കാരണം തനിക്ക് വേണ്ട, മറ്റുള്ളവർക്കും വേണ്ട. അതും വിരക്തി തന്നെയാണ്. പക്ഷേ യഥാർത്ഥമായ വിരക്തി ഇവിടെയുള്ളതിനെ എല്ലാം ത്യജിച്ച് അത് മറ്റുള്ളവർക്ക് കൊടുത്ത്, വിരക്തി എന്ന് പറഞ്ഞാൽ ഒന്നിനോടും താല്പര്യമില്ലാത്ത അവസ്ഥ, മോക്ഷത്തോട് പോലും താല്പര്യമില്ലാത്തവനായിരിക്കണം സന്യാസി. കാരണം ഒന്നിനെ ആഗ്രഹിക്കാത്തവനാണ് വിരക്തി ഉണ്ടാവുക. അപ്പം മോക്ഷം വേണമെന്ന് ആഗ്രഹിച്ചാൽ അതും ആഗ്രഹമാണല്ലോ. അപ്പം പ്രതിഫലം ഇച്ഛിക്കാതെ സമൂഹത്തിന് സേവനം ചെയ്ത് മാതൃകോത്തമനായി ജപവും ധ്യാനവും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന ആ വിശ്വമംഗള പ്രാർത്ഥന ഉള്ളിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്ന ഒരുത്തന് യഥാർത്ഥമായ വിരക്തിയിലൂടെ ജീവിക്കാൻ സാധിക്കും. ഈ കാണുന്ന എല്ലാ സന്യാസിമാർക്കും അങ്ങനെ മോക്ഷം വേണ്ട എന്നൊരു ചിന്താഗതിയാണുള്ളത്? അങ്ങനെയില്ല. പല സന്യാസിമാരും മോക്ഷം വേണ്ട എന്ന് പറയുന്നവർ വളരെ ചുരുക്കമാണ്. ഇപ്പോൾ കാരണം മോക്ഷത്തിന് വേണ്ടിയിട്ട് മോക്ഷമാർഗമാണ് സന്യാസം എന്ന് പറഞ്ഞ് സന്യാസം സ്വീകരിക്കുന്നവരുണ്ട്. അതെ, അവർ അവരുടേതായ രീതിയിലുള്ള ഒരു ധർമ്മമാണ്. ഇപ്പോൾ സന്യാസം തന്നെ വിവിധ തരങ്ങളിലാണ് നിലവിലുള്ളത്. അതെ, ഏതൊക്കെ തരങ്ങളാണ്? നമ്മുടെ കുടീചികൻ, ബഹൂതകൻ, അതുപോലെ അവധൂതൻ, കർമ്മസന്യാസി, അങ്ങനെ വിവിധ തരത്തിലുള്ള സന്യാസങ്ങളുണ്ട്. അപ്പോൾ ഈ അവധൂത സന്യാസി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള ഒന്നിനോടും താല്പര്യമില്ലാതെ ജീവിക്കുക, ഒന്നും തൻ്റേതല്ല, എല്ലാവരെയും അനുഗ്രഹിച്ച് എവിടെയെങ്കിലും നിശബ്ദമായി കിട്ടുന്നതും ഭക്ഷിച്ച് കിട്ടുന്നതുടുത്ത് ഉണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിലില്ല എന്ന അവസ്ഥയിൽ കഴിയുന്ന സന്യാസിമാരുണ്ട്. അതാണ് അവധൂതന്മാർ. ഞാൻ ഇതിനകത്ത് ഇടയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ, അവധൂതൻ എന്ന് പറയുന്ന സന്യാസി അല്ലെങ്കിലും അങ്ങനൊരു കൂട്ടം ആളുകൾ അല്ലാതെ ഇല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനൊരു കഥ ഉണ്ട്. സന്യാസം സ്വീകരിച്ചാൽ മാത്രമേ സനാതനധർമ്മത്തിൻ്റെ ഭാഗമായി നമുക്ക് നിൽക്കാൻ കഴിയുന്നൊന്നുമില്ല. കാരണം അവധൂതനാകണമെങ്കിൽ വിരക്തി ഉള്ളിലുണ്ടാവണം, ഒന്നിനോടും താല്പര്യമില്ലാത്ത അവസ്ഥ, പ്രപഞ്ച സൃഷ്ടാവിനെ, പ്രപഞ്ചത്തെ തന്നെ അറിയുന്ന അവസ്ഥയിൽ വന്നാൽ അവൻ വിരക്തിയുള്ളവനായിത്തീരും. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ സന്യാസം നമ്മൾ പറയുന്ന വേദങ്ങളിലൊക്കെ പറയുന്നത് പോലെ, ഉപനിഷത്ത് നിഷ്കർഷിക്കുന്നത് പോലെ, നമ്മൾ സന്യാസം ഇത്ര വർഷം പഠിച്ച് ഇന്ന ഗുരുവിൻ്റെ കീഴിൽ ഇങ്ങനെ ഇന്ന ഹോമങ്ങൾ നടത്തി, വിരജഹോമം നടത്തി, മുണ്ഡനം ചെയ്ത്, പിതൃതർപ്പണം നടത്തി, അങ്ങനെ വേണം സന്യാസം സ്വീകരിക്കാൻ എന്ന ആ ഒരു വിധി ഒന്നും ഈ പല വിഷയങ്ങളിലും പല അവധൂതന്മാർക്കും അതുപോലെ വിരക്തി വന്ന ആർക്കും അത് ആവശ്യമില്ലാത്തതാണ്. കാരണം അങ്ങനെ ഒരുപാട് ഗുരുക്കന്മാരുണ്ടായിട്ടുണ്ട്. പൂജനീയ നമ്മുടെ എപ്പോഴും എല്ലാവരും ആരാധിക്കുന്ന പ്രഭാകര സിദ്ധയോഗി, അദ്ദേഹമൊന്നും സന്യാസം സ്വീകരിച്ചതല്ല. അതുപോലെ ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഇന്നത്തെ കാലത്ത് വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ്. അങ്ങനെയുള്ളതിനെ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെയുള്ളവർ ജീവിക്കുന്നുണ്ട്. സത്യമംഗലം, അതുപോലെ തിരുവണ്ണാമല, ഋഷികേശ്, വാരണാസി, അതുപോലെ
ബദരീനാഥ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും ഹിമാലയത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒരുപാട് സന്യാസിമാർ ഇതുപോലുള്ള അവധൂതന്മാർ താമസിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലുമുണ്ട്, പക്ഷെ നമ്മൾ അവരെ തിരിച്ചറിയുന്നില്ല. നമ്മൾ ഈ കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം ഏതെങ്കിലും സന്യാസിമാരുടെ ആ ഒരു ചൈതന്യമാണ് ഉള്ളത്, അല്ലെങ്കിൽ അവിടെ ഒരു ദേവതയല്ല, അതിനപ്പുറത്തേക്ക് ഇവരുടെ സമാധി മണ്ഡപങ്ങളാണ് എന്ന് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇത് യാഥാർത്ഥ്യമാണ്? ഇത് 100% സത്യമാണത്. ഇപ്പം നമ്മുടെ അവിടുത്തെ ആ ഒരു ചൈതന്യവും അവിടുത്തെ ഇതും ആ ദേവതയുടെ അല്ല, അതിനപ്പുറത്തേക്ക് ആ ഒരു സിദ്ധന്മാരുടെയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ദേവത ആരാണ്, അല്ലെങ്കിൽ അവിടെ വന്നിരിക്കുന്ന ആ ഗുരു. കാരണം ഒരു ഗുരു ഉണ്ടെങ്കിലാണ് ആ ഗുരുവിൻ്റെ ഉപാസനാമൂർത്തിയെ അവിടെ പ്രതിഷ്ഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഗുരു ആരാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പ്രതിഷ്ഠയെയും അതിൻ്റെ ശക്തിയെക്കുറിച്ചും അവിടുത്തെ ചൈതന്യത്തെക്കുറിച്ചും പറയാൻ സാധ്യമാവും. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രം മമ്മിയൂർ ക്ഷേത്രം ഇരുന്ന സ്ഥലത്തായിരുന്നു ഗുരുവായൂരപ്പൻ ഇരുന്നതെന്ന് നമ്മൾ അറിയാം. ആ മമ്മിയൂർ ക്ഷേത്രം യഥാർത്ഥത്തിൽ ഒരു ഗുരുവിൻ്റെ സമാധിയാണ്. അതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഒരു ഗുരുവിൻ്റെ സമാധിയാണ്. നമ്മുടെ ഭാരതത്തിലുള്ള ഒരു ഭൂരിപക്ഷം വരുന്ന മഹാക്ഷേത്രങ്ങളെല്ലാം തന്നെ ഇങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ സമാധികൾ നിറഞ്ഞ സ്ഥലം തന്നെയാണ്. കാരണം ആ ഗുരുക്കന്മാർ പൂജിച്ചിരുന്ന സ്ഥലത്ത്, അവരുടെ സമാധി ഇരിക്കുന്ന സ്ഥലത്ത് അവരുടെ ദേവതകളുടെ സാന്നിധ്യം ഉണ്ടായതുകൊണ്ട് അവിടെ കാവുകളാക്കി, പിന്നീട് അത് ചെറിയ ക്ഷേത്രങ്ങളാക്കി മാറ്റി. ആ ക്ഷേത്രങ്ങൾ പിന്നീട് പൂജകളും കാര്യങ്ങളും ഒക്കെയായി പിന്നീട് അത് ജനം വർദ്ധിച്ച് ഭക്തർ കൂടി അങ്ങനെയാണ് വലിയ മഹാക്ഷേത്രങ്ങളാക്കി ക്ഷേത്രങ്ങൾ മാറിയത്. ഇന്ന് കാണുന്ന മഹാക്ഷേത്രങ്ങളെല്ലാം തന്നെ കുടുംബക്ഷേത്രങ്ങളാണ്. ഗുരുവായൂരും കുടുംബക്ഷേത്രം തന്നെയാണ്.